എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി രാത്രി ഡിന്നറിനോ അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ചായയുടെ ഒക്കെ കൂടെ വെറുതെ കഴിക്കാനാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും സൽക്കാരങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ഇളം ചൂടുള്ള പാലാണ് കേട്ടോ. 125 ml അരക്കപ്പളവിൽ പാല് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാട് ഓവർ ചൂടായി പോകരുത്. ഇളം ചൂടുള്ള പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ്. ഇതിന് പകരം നിങ്ങൾക്ക് ഡ്രൈഡ് ഈസ്റ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇത് മൂന്നും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 6-7 മിനിറ്റോളം നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഒരു 6-7 മിനിറ്റിന് ശേഷം ഇതുപോലെ നമ്മൾ തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ഈസ്റ്റ് ഇവിടെ നന്നായിട്ട് പൊങ്ങി ആക്റ്റീവായി വന്നിട്ടുണ്ടായിരിക്കും. ഇനി ഇതിലേക്ക് 250 ml കപ്പിൽ കറക്റ്റ് 2.5 കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുക്കുകയാണ്. മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇത് രണ്ടും കൂടി ചേർത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതുപോലെ തന്നെ ഒരു കോഴിമുട്ട ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഇനി വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഉപ്പില്ലാത്ത ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് എടുക്കണം. ഇതുപോലെ കുഴച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു മാവ് കുറച്ച് കട്ടിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് പാല് നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു മാവ് കുഴച്ചിട്ട് എടുക്കുക. ഇളം ചൂടുള്ള ഒരു പാല് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പാല് നമ്മൾ ആദ്യമേ ഒഴിച്ചു കൊടുക്കാതെ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു മാവ് കുഴച്ചിട്ട് എടുക്കുക. കാരണം ഇത് ഒരുപാട് ഓവർ സോഫ്റ്റ് ആയി പോകരുത്. ഒരു മീഡിയം സോഫ്റ്റ് ആക്കി നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കിയിട്ട് എടുക്കുക. നല്ല സോഫ്റ്റ് ഉണ്ടായിരിക്കണം, എന്നാൽ ഓവർ ആയിട്ടങ്ങ് സോഫ്റ്റ് ആയി പോകരുതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്കിപ്പോൾ ഇതിലേക്ക് 5.5 ടേബിൾ സ്പൂൺ അളവിൽ പാലാണ് കേട്ടോ ഇതുപോലെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. വീണ്ടും നമ്മൾ കൈ കഴുകി കുറച്ച് ഓയിൽ കയ്യിലാക്കിയിട്ട് കുഴക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഇതുപോലെ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കത്തുമില്ല. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ നല്ല സോഫ്റ്റാക്കി ഞാൻ ഈ ഒരു മാവൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് സോഫ്റ്റാക്കി കുഴച്ചെടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ആ ഒരു മാവിരുന്നങ്ങ് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ഇതുപോലെ കവർ ചെയ്തിട്ട് ഈ ഒരു മാവ് നല്ല ഡബിളായി പൊങ്ങി വരുന്ന വരെ നമ്മളൊന്ന് മാറ്റി വെക്കുക. നല്ല ചൂടുള്ള സ്ഥലങ്ങളാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ കൊണ്ട് പൊങ്ങി വരും. അഥവാ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളാണെങ്കിൽ കുറച്ചധികം സമയം കൂടുതൽ എടുത്തുനിന്ന് വരിക കേട്ടോ. ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് ചെറിയതാക്കി. അതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് അത്യാവശ്യം വലിയൊരു സവാള ഇതുപോലെ ചെറിയതാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതിലേക്ക് ഒരു 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് സവാളയും നമുക്കൊന്ന് വഴറ്റിട്ടെടുക്കാം. സവാള ഓവറായിട്ട് അങ്ങ് വഴണ്ടി പോകണ്ട കേട്ടോ. അത്യാവശ്യം ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി. അപ്പോൾ ഇതുപോലെ സവാള അത്യാവശ്യം ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. സാധാ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല, 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതും 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിത് ആ ഒരു പൊടികളുടെ ഒരു പച്ചച്ചുവയൊന്ന് മാറി വരുന്നതിന് വരെ ഒന്ന് ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, പൊടികളുടെ ആ ഒരു പച്ചച്ചുവയൊന്ന് മാറി വരുന്നതിന് വരെ ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഇവിടെ ഒരു 400 ഗ്രാം അളവിൽ ചിക്കൻ, എല്ലില്ലാത്ത ചിക്കന് ഉപ്പും കുരുമുളക് പൊടി മാത്രം ഇട്ട് നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാടങ്ങ് അരഞ്ഞു പോവരുത്. അല്ലെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ ചെറിയ പീസാക്കി നമ്മളൊന്ന് പിച്ചിട്ട് കൊടുത്താലും മതി. അപ്പോൾ ആ ഒരു ചിക്കനും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഇതിലേക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മളൊരു 3-4 മിനിറ്റോളം ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. ആ ഒരു മസാലയും ചിക്കനിലൊക്കെ ഒന്ന് പിടിക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുക. അപ്പോൾ ഒരു 3-4 മിനിറ്റോളം നല്ല പോലെ തന്നെ ഇളക്കിയെടുത്തതിന് ശേഷം ചിക്കൻ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഒരു സവാള വഴറ്റുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു. അപ്പോൾ ഇതിലിപ്പോൾ എല്ലാം കറക്റ്റ് ഒരു അളവാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇവിടെ ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ കറക്റ്റ് 1 മണിക്കൂർ ആയപ്പോഴത്തേക്ക് എനിക്ക് ഒരു മാവ് നല്ല ഡബിളായിട്ട് ഇതുപോലെ ഒന്ന് പൊങ്ങിക്കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു മാവ് ഇതുപോലെ നമ്മൾ ഒരുപാടിട്ടങ്ങ് കുഴയ്ക്കുകയൊന്നും ചെയ്യരുത്. ഇതുപോലെ തന്നെ എടുത്തിട്ട് ഒരു 4 ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. 4 നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ പതിയൊന്ന് ഉരുട്ടി മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ 4 ബോൾസും ഒന്ന് ഉരുട്ടി എടുത്തതിന് ശേഷം ഇനി നമ്മൾ ഒരെണ്ണം പരത്താൻ വേണ്ടിയിട്ട് എടുക്കുക. എന്നിട്ട് ബാക്കി നമ്മൾ അടച്ച് തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു മാവിരുന്നങ്ങ്
നമ്മൾ അടുത്തത് പരത്താൻ എടുക്കുമ്പോഴത്തേക്കും അതിരുന്നങ്ങ് ഉണങ്ങിപ്പോവും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് നമ്മൾ അടച്ചു വെച്ച് കൊടുക്കുക. ഇനി ഇതുപോലെ കൗണ്ടർ ടോപ്പിലോ ചപ്പാത്തി പലകയിലോ കുറച്ച് പൊടിയൊന്ന് തൂകിയതിന് ശേഷം ഈ ഒരു മാവ് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയിട്ടെടുക്കാം. ഇതുപോലെ നമ്മളൊന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ഒരു ഫില്ലിങ് ഒരു 4 ടേബിൾ സ്പൂണോളെങ്കിലും വെച്ച് കൊടുക്കണം കേട്ടോ. ഫില്ലിങ് അത്യാവശ്യം നല്ല പോലെ തന്നെ വേണം, എങ്കിലും നമ്മളിത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഫില്ലിങ് അത്യാവശ്യം നന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് 4 ടേബിൾ സ്പൂണോളാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഈ ഒരു അറ്റം എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഞൊറിഞ്ഞൊന്ന് കൊണ്ടുവരിക. ഇതുപോലെ ഫുള്ളായിട്ടൊരു മാവ് കൂട്ടി പിടിച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഗ്യാപ്പൊന്നും വരാതെ ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്പോൾ അതിൽ പ്രസ് ചെയ്തൊന്ന് അമർത്തി വീണ്ടും നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് പരത്തിയിട്ടെടുക്കണം. പതിയെ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. പരത്തുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് പൊടി വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇത് കണ്ടില്ല, ഒരുപാട് കനം കുറഞ്ഞല്ലാതെ ഇതുപോലെ ഈ ഒരു കട്ടിക്ക് വേണ്ടിട്ട് നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമ്മളൊന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു സൈഡ് കണ്ടില്ല, കൈ വെച്ചിട്ട് ഇതുപോലെ കണ്ടില്ല, ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ നമ്മളൊന്ന് ആക്കി കൊടുക്കുക. ഒരറ്റം കുറച്ചൊരു കട്ടിക്കിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഇത് നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അങ്ങ് പൊങ്ങി വരാതെ ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മളൊന്ന് വരഞ്ഞു കൊടുക്കുക. അവിടെ ഇവിടെയായിട്ട് നമ്മൾ ഇത് കണ്ടില്ല, ഇതുപോലെ നമ്മളൊന്ന് വരഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് വരഞ്ഞും കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഓവനിൽ വെച്ചിട്ടും അതുപോലെ തന്നെ ഓവൻ ഒന്നും ഇല്ലാതെ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 രീതിയിലും ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഓവനിൽ വെക്കാൻ വേണ്ടിയിട്ട് ഓവൻ്റെ ഒരു ട്രേയിലേക്ക് ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. അടുത്തതും പരത്തിയിട്ട് ഇതുപോലെ ഞാനൊന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഓവനിൽ വെക്കാനുള്ളത്. ഇനി നമുക്കിത് ഗ്യാസ് അടുപ്പിൽ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുക്കുക. അതിലേക്ക് ഞാനൊരു ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ആദ്യം ചെയ്ത ഒരു സെയിം രീതിയിൽ തന്നെ പരത്തിയ ഒരു ഫില്ലിംഗ് ഒക്കെ വെച്ച് സൈഡ് ഇതുപോലെ കൈ കൊണ്ടൊന്ന് റൗണ്ട് ആക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ വരഞ്ഞെടുത്തിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കോഴിമുട്ടയിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ പാലും ചേർത്ത് നന്നായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് അടിച്ചിട്ടെടുക്കുകയാണ്. ആ ഒരു മുട്ടയുടെയും പാലിൻ്റെ ഒരു മിക്സ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ രണ്ടിലും ഞാൻ നന്നായിട്ട് നിന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളുത്ത എള്ളിട്ട് കൊടുക്കുകയാണ്. കറുത്ത എള്ളാണെങ്കിലും മതി കേട്ടോ. ഇനി ഇത് ഓവനിൽ വെക്കാനാണെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ ആദ്യം 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം മുകളിലത്തെയും താഴത്തെയും കോല് ചൂടാകുന്ന രീതിയിൽ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ വെക്കത്തില്ലേ, ആ ഒരു മോഡിലിട്ടിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് അങ്ങനെ നമ്മളൊന്ന് ബേക്ക് ചെയ്യണം കേട്ടോ. അതിനുശേഷം നമുക്ക് ആ ഒരു മുകളിൽ നല്ലൊരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് മുകളിലത്തെ മാത്രം കോല് ചൂടാകുന്ന രീതിയിൽ നമ്മളൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഒരു 3-4 മിനിറ്റ് മാത്രം മതി അത് ബേക്ക് ചെയ്യുന്നത്. ഒരുപാട് സമയം വെച്ചാൽ ഇതങ്ങ് കരിഞ്ഞു പോകുമ്പോൾ ഭാഗം നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ഓവൻ അനുസരിച്ച് ചിലപ്പോൾ സമയം കുറച്ച് കൂടിയോ കുറഞ്ഞെന്നൊക്കെ ഇരിക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്കും ആ ഒരു മുട്ടയുടെയും പാലിൻ്റെ ഒരു മിക്സ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ കുറച്ച് വെളുത്ത എള്ളും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് അടുപ്പിൽ വെക്കാനാണെങ്കിൽ ഇതുപോലെ നല്ല അടി കട്ടിയുള്ള ഒരു അലുമിനിയത്തിൻ്റെയോ അല്ലെങ്കിൽ ഇതുപോലെ നല്ല അടി കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെയോ പാത്രം എടുക്കാം. ഈ ഒരു പാത്രത്തിലേക്ക് ഒരു സ്റ്റാൻഡോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ചെറിയൊരു പാത്രം ഇറക്കി വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്ത് 10 മിനിറ്റ് നമ്മൾ തീ നന്നായി കുറച്ച് വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഈ ഒരു കടായി ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. അങ്ങനെ 10 മിനിറ്റോളം പ്രീഹീറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഈ ഒരു പാത്രത്തിലേക്കാണ് നമ്മൾ ഈ ഒരു പാത്രം ഇറക്കി വെച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇതുപോലെ മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുക്കുക. ഈ ഒരു മുടിയിൽ എന്തെങ്കിലും ഹോളുകളൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മളൊരു അലുമിനിയം ഫോയിലോ എന്തെങ്കിലും വെച്ച് അടച്ചു വെച്ച് കൊടുക്കണം. ആവി ഒട്ടും തന്നെ പുറത്തേക്ക് പോകരുത്. ഇനി ഇത് നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാട് തീയങ്ങ് കുറയ്ക്കാൻ വേണ്ട, എന്നാൽ ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് കൊടുക്കുകയും ചെയ്യരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടാണ് നമ്മളിത് ബേക്ക് ചെയ്തിട്ട് എടുക്കേണ്ടത്. ഗ്യാസ് അടുപ്പിൽ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റിന് ശേഷം ഇതിന്റെ മുകളിലേക്ക് ഒന്നും കൂടി നമ്മൾ ആ ഒരു മുട്ടയുടെയും പാലിന്റെ ഒരു മിക്സ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ അത്യാവശ്യം ചെറിയൊരു കളർ പോലെ ഇതിലും വരത്തുള്ളൂ. അപ്പോൾ അതിനുശേഷം വീണ്ടും ഇതുപോലെ നമ്മൾ അടച്ചു വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഓവനിൽ വെച്ചതും നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ടോട്ടൽ ഗ്യാസ് അടുപ്പിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ബേക്കായി വരാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 20-25 മിനിറ്റോളം തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു ഓവനിൽ വെച്ച് അത്രയും ഒരു കളർ ഉണ്ടാകത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഓവൻ ഇല്ലാത്ത ഗ്യാസ് അടുപ്പിലും ഇത് ചെയ്തിട്ട് എടുക്കാം. രണ്ടും ഒരേ ടേസ്റ്റ് തന്നെയാണ്, കളറിന് മാത്രം ഒരു വ്യത്യാസം ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ. ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ ഉപ്പില്ലാത്ത ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ആ ഒരു മിക്സ് നമുക്ക് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാത്തിലും തന്നെ ആ ഒരു മിക്സ് ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റഫ്ഡ് ഞാനിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് വെറുതെ കഴിക്കാനാണെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഞാനൊക്കെ സെർവ് ചെയ്യുന്ന ഏത് കറി കൂട്ടി നിങ്ങൾക്ക് ഇത് കഴിക്കാവുന്നതാണ്. ഞാനിത് നിങ്ങളൊന്ന് കട്ട് ചെയ്തും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഓവനിലല്ലാതെ വെച്ചതാണ്, അതും ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടില്ല, ഒരു കളറിന് മാത്രമേ ഒരു കുറവുള്ളൂ. ഇത് നല്ല സൂപ്പർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏത് രീതിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്നറിയിക്കണേ.
അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.